മാസം തികഞ്ഞില്ലെങ്കിൽ കുഞ്ഞിന് മറ്റെന്തെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനെ കിട്ടും. പക്ഷെ പൂർണ്ണ വളർച്ച എത്തിയ നിലയിൽ കിട്ടിയെന്ന് വരില്ല. മറ്റൊന്നിനും വേണ്ടിയല്ല, വിഷ്ണുവേട്ടനിലൂടെ ജീവിക്കുന്നവരെ എനിക്കൊന്ന് കാണുമെങ്കിലും ചെയ്യാലോ, ദൂരെ നിന്നെങ്കിലും. തീർച്ചയായും നമുക്കവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പെങ്ങളാ ചന്ദ്ര. മിക്കവാറും ശാലിനിയും കൂടെ കേൾക്കാനുള്ള കാര്യങ്ങളായിരിക്കും അവള് പറയുന്നത്. ആ, പ്രകാശിന്റെ ഗാർഡിയൻ ശാലിനിയാണല്ലോ. ഞാനെന്നാ സ്പീക്കറിലിടാം. ഹലോ ഏട്ടാ, അരങ്ങത്തെ കുടുംബക്കാര് കല്യാണം ഒഴിഞ്ഞു. അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ അച്ഛൻ എനിക്ക് വേണ്ടി മറ്റൊരു കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. അതച്ഛൻ ഉറപ്പിച്ചോട്ടെ. പ്രകാശിനെയും കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാന്ന് ഏറ്റത് ശിവനാണെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. അതൊന്നും നടക്കാൻ പോകുന്നില്ല ഏട്ടാ. അച്ഛൻ തീരുമാനിച്ച കല്യാണം അച്ഛൻ നടത്തും. അതിനിടയ്ക്ക് ഫോൺ ചെയ്യുന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒന്നും നോക്കത്തില്ല, ചത്തുകളയും. മോളെ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. ഞാനിപ്പോ ഒരു യാത്രയില്ല. ഞാൻ വരട്ടെ, എന്നിട്ട് നമുക്കെല്ലാം നല്ല രീതിയിൽ നടത്താം. നിന്റെ ആഗ്രഹമേ നടക്കൂ, അതേ ഞാൻ നടത്തൂ. ഞാൻ എന്റെ ഏട്ടനോട് സംസാരിക്കുന്നത്. എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റെ ഏട്ടന് അവകാശമുണ്ട്. നിന്റെ ഏട്ടൻ? മോളെ ചന്ദ്രേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഒരാൾക്ക് ഇവിടെ ഒരാളെയും തടവിലാക്കാൻ കഴിയില്ല. ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാനും പറ്റില്ല. ഇവിടെ ചോദിക്കാൻ നിയമമുണ്ട്. എന്റെ കൂടെ ജില്ലാ കളക്ടറുണ്ട്. സ്ത്രീ സംരക്ഷണം, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ, അതിനുള്ള സംരക്ഷണം നൽകാൻ പ്രത്യേകം ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കൂ. ഹലോ 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 ചന്ദ്രേ, ഡേ, കട്ടായല്ലോ. അത് ശരി, കളക്ടറെ കൂട്ടുപിടിച്ച് അച്ഛനെ തോൽപ്പിക്കാനാ പരിപാടി അല്ലേ? വരട്ടെ, സ്ത്രീ സംരക്ഷകര് വരട്ടെ. ഈ മഹേന്ദ്രൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കിട്ടുന്നില്ലല്ലോ. ഡോക്ടർ ഇരിക്കൂ. ഡോക്ടർ വരാൻ പറഞ്ഞിരുന്നു. ശാരികയുടെ സ്കാനിംഗ് റിപ്പോർട്ടാണ് ഞാൻ നോയിക്കൊണ്ടിരിക്കുന്നത്. എന്തേലും കുഴപ്പമുണ്ടോ ഡോക്ടർ? കുഴപ്പമുണ്ട്. ഗർഭസ്ഥ ശിശുവിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു. പൂർണ്ണ ആരോഗ്യ വളർച്ചയെത്തിയ ഒരു കുഞ്ഞായി ഒരുപക്ഷെ ജനിക്കാൻ സാധ്യതയില്ല. അയ്യോ ഡോക്ടറെ, ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കഴിയുന്ന പോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം. ബാക്കി പകുതി ഈശ്വരൻ ചെയ്യട്ടെ. മാസം തികഞ്ഞില്ലെങ്കിൽ കുഞ്ഞിന് മറ്റെന്തെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനെ കിട്ടും. പക്ഷെ പൂർണ്ണ വളർച്ച എത്തിയ നിലയിൽ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര, ബുദ്ധി കുറവോ സംസാരശേഷി കുറവോ കേൾവിശക്തി കുറവോ അങ്ങനെ എന്തെങ്കിലും കുറവ് കാണിക്കാം. ഈശ്വര, ഡോക്ടർ ഇതിപ്പം ഇങ്ങനെ ആവാനുള്ള കാരണം ആ വീഴ്ചയാണോ? അതും ഒരു കാരണമാകാം. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ.
എടി ശ്യാമേ, ശാരി, ഉഫ്, രണ്ടുപേരും ഇത് എവിടെ പോയി കിടക്കുന്നാവോ? ഈ വെള്ളം ഒന്ന് എടുത്ത് ഹോട്ടലിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് ഉഫ്, എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണോന്ന് പറഞ്ഞ ആര് കേക്കാനാ? ഉഫ്, ഒരു കാര്യത്തിന് സഹായിക്കാൻ ഒരു കുഞ്ഞുമില്ല. ഞാൻ കൊണ്ടുപോയി വെച്ചോളേ. എടി അവിടെ വെച്ചേ, ആ ശ്യാമ ഒന്ന് എടുക്കട്ടെ. പറയുമ്പോ രണ്ടുപേരും ചേർത്തല്ലേ അമ്മ പറയുന്നേ. ഞാൻ എടുത്തു വെച്ചോളാം. ശാരി, വെറുതെ വാശി കാണിക്കല്ലേ, ഇത് കുട്ടിക്കളി അല്ല മോളെ. ഒന്ന് കാണിച്ചു നോക്കട്ടെ, എന്താ വരുന്നതെന്ന് നോക്കാലോ. പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ വരുന്ന അനുഭവിക്കും. അല്ലാതെ ഞാനിപ്പോ എന്താ പറയാനാ? ചതിച്ചോ ദൈവമേ. മോളെ, ശാരി, ശാരി, മോളെ എഴുന്നേക്ക്. മോളെ ശാരി. ശാരദാമേ, ആ, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ, ഞാൻ തുറന്നു പറഞ്ഞേ ഉള്ളൂ. അതായത് സാധ്യത മാത്രം, അതും 50-50 ചാൻസ്. ഇത്തരം സന്ദർഭങ്ങളിൽ സങ്കടം ഈശ്വരനോട് പറയുക. അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എവിടെ പോരാണെന്നാ പറഞ്ഞേ? ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയെങ്കിലും നിർത്തിയാൽ മതി. എന്റെ മോൻ വിഷ്ണുവേ, അവ ഇന്ന് അവിടെ വരും. അവിടെ 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 നിർത്തേ, അവിടെ നിർത്തേ, അവിടെ നിർത്തേ. അയ്യോ അമ്മാവാ, അമ്മാവാ, ഇതെന്ത് പോക്ക? അമ്മാവനെ ഓട്ടോ വിളിച്ചാ വന്നത്. അതെന്താ മറന്നുപോയോ? ഇറങ്ങി അങ്ങ് പോണ്. പിന്നെ എന്താണോ ഇയാൾ ഓട്ടോ ചെയ്തിരിക്കണോ? എവിടെ എനിക്ക് കൊണ്ടു എനിക്ക് പോണ്ടേ? ആ, ഇത് കൊള്ളാലോ. അമ്മാവൻ എവിടെ വേണേലും പോയിക്കോ. എന്റെ ഓട്ടോ കാശ് എന്നിട്ട് പോകാനാ പറഞ്ഞത്. ആ, ഓട്ടോ കാശാ? അങ്ങനെ പറ. അതെ, ഞാനിപ്പോ പോന്നതേ എന്റെ മോനെ കാണാനേട്ടാ. അവനിപ്പോ ഇവിടെ ട്രെയിൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നതേ. ആ, താനോട് വെയിറ്റ് ചെയ്താ അവൻ വരുമ്പോ കാശ് കൊണ്ട് അങ്ങ് പോവാം. വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഓ, കാശിന് താനങ്ങ് പോകേണ്ടി വരും. ആ, അത് ശരി. അപ്പൊ ഏണിയും കൊണ്ട് ഇറങ്ങിയിരിക്കല്ലേ? ചാരാൻ കിട്ടിയത് എന്നെ. ഇയാളോടെ വെയിറ്റ് ചെയ്യ്, ഞാൻ അവനൊന്ന് പോയി നോക്കട്ടെ. ഓ, ഏയ് അവിടെ നിൽക്കേ. തന്റെ വിളച്ചിരുന്ന് എന്റെ അടുത്ത് എടുക്കണ്ട. എന്റെ കാശ് എന്നിട്ട് താൻ എവിടെ വേണേലും വെക്കോ. വിടും വിടും വിട്. എടാ പിടിവിടാനാ പറഞ്ഞേ. ഞാൻ ആരാണെന്ന് കരുടാ. ഫ്രോഡ്, ഭൂലോക ഫ്രോഡ്. എന്റെ കാശ് തരാതെ തന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. കാശ് എടുക്കണോ? എന്നാ പിന്നെ ഒന്ന് കാണണമല്ലേ? എന്തിനാ ഈ പാവത്തെ ഉപദ്രവിക്കുന്നത്? ഓട്ടോ പിടിച്ച് ഇവിടെ വന്നിട്ടേ ഇവിടെ എത്തിയപ്പോ കാശില്ലാന്ന് അടിക്കണ്ടപ്പോ ഇയാളെ.